നമസ്കാരം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ ആരോഗ്യമന്ത്രി, മലയാളികളുടെ മനസ്സിലെ ടീച്ചറമ്മ ശ്രീമതി KK ശൈലജയാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ വർത്തമാനമാണ് ഇന്ന് ഈ അഭിമുഖം പരിശോധിക്കുക. ടീച്ചർ, വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. എല്ലാ കാലത്തും പൊതുരംഗത്തായാലും സമൂഹത്തിലായാലും സ്ത്രീകളുടെ മുന്നേറ്റം, സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കപ്പെടണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി സംസാരിക്കുന്ന ആളാണ് ശൈലജ ടീച്ചർ. എല്ലാ വേദികളിലും ഞാനത് ശ്രദ്ധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KLF വേദിയിൽ താങ്കൾ പറഞ്ഞത് വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുന്നതിന് തടസ്സമൊന്നുമില്ല, പക്ഷേ നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നാണ്. പക്ഷേ ഇതേ ശൈലജ ടീച്ചർ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കകത്തുള്ള പുരുഷാധിപത്യത്തോട് എതിരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. കേരളത്തിൽ ഇപ്പോഴൊരു വനിതാ മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല എന്ന് ടീച്ചർ കരുതുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടിക്കകത്തുള്ള പുരുഷാധിപത്യത്തോട് നേരിടേണ്ട അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. പ്രകൃതി ഫൗണ്ടേഷന്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ടീച്ചർ ഞാൻ പറയാം എന്താ പറഞ്ഞെന്നുള്ളത്. നമ്മുടെ സമൂഹം പൊതുവെ പുരുഷാധിപത്യത്തിലൂന്നിയ സമൂഹമാണ്. പൂർണ്ണമായിട്ടും ഒരു സോഷ്യലിസ്റ്റ് സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന മുദ്രാവാക്യം തന്നെ ഇന്ത്യയിലെ ഡെമോക്രസി യഥാർത്ഥ ഡെമോക്രസിയായി മാറ്റുക. ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഞങ്ങളെല്ലാം പറയുന്നത്. സോഷ്യലിസ്റ്റ് വിപ്ലവം പറയാറായിട്ടില്ല. കാരണം ജനാധിപത്യം പൂർണ്ണമാകുമ്പോൾ മാത്രമേ സോഷ്യലിസത്തിലേക്കുള്ള പ്രയാണം എളുപ്പമാവുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ സോഷ്യലിസ്റ്റ് ചായ്വുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വരുമ്പോൾ സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ജനക്ഷേമത്തിലൂന്നിയ പ്രവർത്തനങ്ങളൊക്കെയാണ്. ഞങ്ങൾ പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഇപ്പോഴും ഈ പാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് നിൽക്കുകയാണ്. അതിന് മാറ്റം വരണമെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരികൾ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് ഇന്ത്യയിൽ സ്വീകരിക്കേണ്ടുന്ന സമീപനമുണ്ട്. എന്നാൽ കേരളത്തിൽ ഞങ്ങൾക്ക് സാധ്യമായത് ഇടതുപക്ഷം വരുമ്പോൾ ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും ഈ മുതലാളിത്ത ഭരണ രീതി പിന്തുടരുന്ന ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് ഒരു സോഷ്യലിസ്റ്റ് സമത്വ സമൂഹത്തിലേക്ക് നീങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു മുതലാളിത്ത സമൂഹത്തിലെ പുരുഷ മേധാവിത്വപരമായ ആൺകോയ്മയിലൂന്നിയ ഒരുപാട് സമൂഹങ്ങൾ കേരളീയ സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. പാർട്ടിക്കകത്ത് ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വനിതാ സഖാക്കളോ മാത്രമല്ല, പാർട്ടി ആസ് എ ഹോൾ അത്തരത്തിലുള്ള പുരുഷാധിപത്യ കാഴ്ചപ്പാടുകൾ പാർട്ടി സഖാക്കൾ കൈവടിയണം, അതുണ്ടാകരുത് എന്നാണ് പറയുന്നത്. ഇതാണ് നേരത്തെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പുരുഷാധിപത്യപരമായ സമീപനം ഇല്ലാതാക്കാൻ നന്നായിട്ട് പാർട്ടി പരിശ്രമിക്കണം. സഖാക്കൾ ടീച്ചർ, എൻ്റെ രണ്ട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇപ്പോൾ ഈ സമത്വം എന്നത് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശവും ലക്ഷ്യവുമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും നടക്കുന്നില്ല എന്ന് പറയേണ്ടി വരില്ല. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറച്ച് വനിതാ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച പാർട്ടിയാണ് CPIM. 10 സ്ഥാനാർത്ഥികളാണ് ആകെ ഉണ്ടായിരുന്നത്. കോൺഗ്രസ് 54 വനിതാ സ്ഥാനാർത്ഥികൾ കൊടുത്തു, BJP 53 കൊടുത്തു, BSP കൊടുത്തു 24, തൃണമൂൽ കൊടുത്തു 23. CPM-നകത്തില്ല. പോളിറ്റ് ബ്യൂറോയിലെ 17 അംഗങ്ങളിൽ 2 വനിതാ അംഗങ്ങളാണുള്ളത്. കേന്ദ്ര കമ്മിറ്റിയിൽ 85 അംഗങ്ങളിൽ 15 പേരാണ് വനിതകളുള്ളത്. ഒരു CPM ജില്ലാ സെക്രട്ടറി പോലും വനിതയായിട്ടില്ല. കേരളത്തിൽ 2 വട്ടം വനിതാ മുഖ്യമന്ത്രിമാരുണ്ടാകാനുള്ള ചരിത്ര സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ പാർട്ടി അതിന് അനുവാദം കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക? അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നിങ്ങളീ പറയുന്ന ന്യൂമറിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് വസ്തുതയുണ്ടാകാം. എന്നാൽ കേരളത്തിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. നിങ്ങൾ കാണേണ്ടത് 30കളിലും 40കളിലും ഒക്കെ കേരളീയ സമൂഹം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ വലിയ ഉച്ചനീചത്വങ്ങളുള്ള, സാധാരണക്കാരന് വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്ത, ആരോഗ്യ പരിപാലനത്തിന് സൗകര്യമില്ലാത്ത, ഫ്യൂഡലിസത്തിൻ്റെ ചെളിക്കുണ്ടിലാണ്ട് കിടക്കുന്ന ഒരു സമൂഹമായിരുന്നു. ആ സമൂഹത്തെ ഇന്നത്തെ നിലയിലേക്ക് ഒരു സമഭാവനയോടെ ഇന്ന് എല്ലാവർക്കും പൊതു സ്കൂളിൽ ചേരാം, സ്ത്രീക്കും പുരുഷനും. ഇവിടെ സ്ത്രീകളുടെ സാക്ഷരതയും വളരെയേറെ ഉയർന്നു. 100% സാക്ഷരത കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. 57 ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ചില പരിഷ്കാരങ്ങളാണ് അതിന് അടിത്തറയിട്ടത്. ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിയും പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കുടിയൊഴിപ്പിക്കലിനെതിരായിട്ടുള്ള നിയമം വന്നപ്പോഴാണ് ഭൂമിയിൽ കാലൂന്നി നിൽക്കാൻ പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് സാധിച്ചത്, കൃഷിക്കാരന് സാധിച്ചത്. എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള പൊതുവിദ്യാലയങ്ങളെന്ന സമീപനം ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലോട് കൂടിയാണ് വരുന്നത്. ഇന്ന് കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ എല്ലാ പഞ്ചായത്തിലും LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അത് പൊതുമേഖലയിലുണ്ട്. ഒന്നുകിൽ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ്. നിങ്ങൾക്കൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ സ്ഥിതി ദർശിക്കാൻ പറ്റുമോ? ഇന്നും അവിടെ സ്ത്രീ സാക്ഷരത ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ ചേർന്ന് പഠിക്കാനുള്ള സർക്കാർ വിദ്യാലയങ്ങളുടെ അഭാവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ നമ്പർ നോക്കിയിട്ട് പറയുകയല്ല വേണ്ടത്. അപ്പോൾ എന്താണ് കേരളത്തിൽ ഇടതുപക്ഷം ചെയ്തത്? EMS തൊട്ട്
ഇങ്ങോട്ടുള്ള ഒരുപാട് ആളുകൾ. ടീച്ചർ തന്നെ ന്യൂമറിക്കലിനെ ആശ്രയിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഞാൻ അതും പറയാം. MRBയെ പോലെ, VT ഭട്ടതിരിപ്പാടിനെ പോലെയൊക്കെയുള്ള ഇടതുപക്ഷ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ആ മാറ്റം ഓരോ തവണ ഇടതുപക്ഷം വരുമ്പോഴും ഞങ്ങൾക്ക് സാധ്യമായിട്ടുള്ള എല്ലാ പുരോഗമന സമീപനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടി കമ്മിറ്റികൾ നിങ്ങൾക്കറിയാം, കുറേ കാലമായിട്ട് പിന്നിലായിപ്പോയവരാണ് സ്ത്രീ സമൂഹം. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്വം വഹിക്കേണ്ടുന്ന വേദികളിലേക്കുള്ള കടന്നുവരവ് പതുക്കെയായിരുന്നു സ്ത്രീകളുടെ. സ്ത്രീകൾ പുറത്തേക്ക് വന്നെങ്കിലും ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗാർഹിക ഉത്തരവാദിത്തത്തിൽ നിന്ന് കുറേ മോചനം നേടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് എസ് എ ഹോൾ ദ സൊസൈറ്റി പാട്രിയാർക്കലാണ്. പക്ഷേ അവിടെയും CPM ശ്രദ്ധാപൂർവമുള്ള പ്രവർത്തനം നടത്തി. ഓരോ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴും സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഉത്തരവാദിത്വമുള്ള വേദിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ കരുതിക്കൂട്ടി പാർട്ടി നടത്തിയ ഇടപെടലിലൂടെയാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന സമ്മേളനങ്ങളിൽ 3000-നടുത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഇപ്പോൾ സ്ത്രീകളാണ് കേരളത്തിൽ. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആവുക എന്ന് വെച്ചാൽ എപ്പോഴും ഒരു മീറ്റിംഗ് നടത്തിയാൽ പോരാ. രാപ്പകലില്ലാതെ ചെയ്യേണ്ടുന്ന ജോലി, ഉത്തരവാദിത്തങ്ങൾ, സമൂഹത്തിലെ ഇടപെടലുകൾ ഉണ്ട്. അപ്പോൾ വീട്ടിലെ ഉത്തരവാദിത്വം അത് ആ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. വീട്ടിൽ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതും ഭക്ഷണം പാകം ചെയ്യേണ്ടതും സ്ത്രീകളാണെന്നുള്ള ഫ്യൂഡൽ കാഴ്ചപ്പാട് ഇപ്പോഴും മാറിയിട്ടില്ല. സ്ത്രീകളൊന്നും ചെയ്യേണ്ടെന്നല്ല, ഷെയർ ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലാണെങ്കിൽ സോവിയറ്റ് റഷ്യയിലൊക്കെ വിപ്ലവം നടന്നപ്പോൾ പബ്ലിക് ലോണ്ടറിയും പൊതു അടുക്കളയെല്ലാം തുടങ്ങി സ്ത്രീകളെ ഭാരിച്ച ഗാർഹിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ് സാമൂഹ്യാധ്വാനത്തിൻ്റെ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. കേരളത്തിന് അതെല്ലാം ചെയ്യുമ്പോഴുള്ള പരിമിതി എന്താ? നമുക്കായിട്ട് നമ്മുടെ കാശ് വിനിയോഗിക്കാൻ അധികാരമില്ല. ഫെഡറൽ വ്യവസ്ഥയാണ്. നികുതി വിഹിതത്തിൻ്റെ ഷെയറാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം കേന്ദ്രത്തിലേക്ക് പോയി അവിടുന്ന് വിഹിതം കിട്ടുകയാണ്. അതെത്രയാണ് കിട്ടുന്നത്? 100 രൂപ അങ്ങോട്ട് മേടിക്കുമ്പോൾ 30 രൂപ. ഒരു 50 രൂപയെങ്കിലും കിട്ടിയാലേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ ഇടതുപക്ഷത്തിനും സാധിക്കും. എങ്കിലും സ്ത്രീകളെ കരുതിക്കൂട്ടി മുന്നിലേക്ക് കൊണ്ടുവന്ന് പാർട്ടി ബ്രാഞ്ചിലും ലോക്കൽ കമ്മിറ്റിയിലും എല്ലാം സ്ത്രീകൾ കൂടുതൽ ഉണ്ടാകണമെന്ന നിരന്തരമായ ഇടപെടൽ. ചിലപ്പോൾ ഒരു പാർട്ടി കമ്മിറ്റി എടുക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ ഈ 2 ഉത്തരവാദിത്വവും കൂടി സ്ത്രീക്കത് കൈകാര്യം ചെയ്യാൻ വലിയ കഴിവില്ലാഞ്ഞിട്ടല്ല, അത്രയും സമയം ചിലപ്പോൾ അവർക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എങ്കിലും അത് നിലനിൽക്കെ തന്നെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് പാർട്ടി ലോക്കൽ സെക്രട്ടറിമാരുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റികളിൽ നിർബന്ധമായിട്ടും സ്ത്രീകൾ വേണം എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേരത്തെ എത്രയാണോ ഒരാളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ട് ഞാനുണ്ട്, ശ്രീമതി ടീച്ചറുണ്ട്, സതീദേവിയുണ്ട്, സുജാതയുണ്ട്. വലിയ പ്രാതിനിധ്യത്തിലേക്ക് വരികയാണ്. പാർട്ടി PB എന്ന് പറയാൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള 8-9 പേരുള്ള ഒരു ബോഡിയിൽ 2 പേര് സ്ത്രീകളാണ്. അവർ വന്നിരിക്കുന്നത് ചെറിയ നമ്പറൊന്നുമല്ല. പകുതിയും വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടത്തേക്ക് വരും. ആ രീതിയിലാണ്. അപ്പോൾ ഇടതുപക്ഷം പരിഗണിച്ചതുപോലെ വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്ന അവസ്ഥയിലായിരുന്നു. ഇനി ഒന്നും കൂടി പറയാം. അസംബ്ലിയിലും പാർലമെൻറ്റിലും നോക്കൂ, ഇവിടെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടുന്ന സമയത്ത്, കിട്ടുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ തയ്യാറായതാരാ? കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നേരത്തെ മറ്റൊരു രീതിയായിരുന്നു, ഒരു തരംഗമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ വരുമെന്നോ ഇന്ത്യയെ രക്ഷിക്കാൻ അദ്ദേഹം ഉള്ളൂ എന്നൊക്കെ കേരളത്തിലെ ജനങ്ങളടക്കം വിശ്വസിച്ചു പോയ ആ ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് ഒരു സീറ്റ് മാത്രമായിട്ട് ചുരുങ്ങിയത്. അതുകൊണ്ടാണ് UDFൻ്റെ കുറച്ച് സ്ത്രീകൾ 2 പേര് അവിടെ, ഒരാളല്ലേ 2 പേര് അവിടെ എത്താൻ കാരണമായത്. പക്ഷെ അതിനു മുമ്പ് എപ്പോഴെങ്കിലും അങ്ങനെ സ്ത്രീകൾക്ക് അവർ അവസരം കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ ഇവരെല്ലാം പോയില്ലേ? അല്ല, ഞാൻ ഒറ്റ കാര്യം, നിയമസഭയിലെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1996 സ്ത്രീ പ്രാതിനിധ്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പ്രാതിനിധ്യം കുറഞ്ഞിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴും അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി നിതാന്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും പാർട്ടി ഘടകങ്ങളിലും അതോടൊപ്പം തന്നെ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലും സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ടീച്ചർ. മാത്രമല്ല, ഞാൻ അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ത്രീകളുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറഞ്ഞു. പാർട്ടി ഘടകങ്ങളിൽ കുറയുകയല്ല. നിങ്ങൾക്ക് ഏത് കണക്ക് പരിശോധിച്ചാലും പാർട്ടി മെമ്പർഷിപ്പിലായാലും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലായാലും കൂടിക്കൊണ്ടേ ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിലേക്കാണ്. ഇപ്പൊ പോളിറ്റ് ബ്യൂറോയിൽ കുറവാണ്, 17 പേരിൽ 2 പേര്, കേന്ദ്ര കമ്മിറ്റിയിൽ 85 പേരിൽ 15 പേര്, ഒരൊറ്റ ജില്ലാ സെക്രട്ടറി ഇല്ല ടീച്ചർ, ഒറ്റ ജില്ലാ സെക്രട്ടറി ഇല്ല. തുല്യമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പാർട്ടി കമ്മിറ്റിയിൽ മാത്രം പകുതി വരലല്ല, പാർട്ടി നിർവഹിക്കുന്ന ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് ചിലപ്പോൾ ചിലരുടെ സമയം, അതുപോലെ തന്നെ കൂടുതൽ സമയം പ്രവർത്തിക്കാനുള്ള, ജോലി ഉപേക്ഷിച്ചിട്ട് വരാനുള്ള സാധ്യത. ഞങ്ങൾ ഫുൾ ടൈമർ എന്നൊക്കെ പറഞ്ഞാൽ ജോലി ഉപേക്ഷിച്ചിട്ട് വരികയാണ്. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ടീച്ചർ സംതൃപ്തിയാണോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമല്ല. ഞങ്ങൾ ആരും, ഞാൻ മാത്രമല്ല,
പാർട്ടിക്കകത്തെ പുരുഷന്മാരായിട്ടുള്ള പാർട്ടി കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നവർ സംതൃപ്തരല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ട് ചെല്ലും സ്ത്രീ പ്രാതിനിധ്യമൊക്കെ വർദ്ധിപ്പിക്കണമെന്ന്. ഞങ്ങൾ ഒറ്റക്കല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിലെല്ലാം ഒരുപാട് ചർച്ചകൾ നടത്തി സീറ്റ് വിഭജനമൊക്കെ കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജയിക്കുക എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. സ്ത്രീ നന്നാ ജയിക്കില്ല എന്നുള്ളതല്ല. പക്ഷേ പല ഘടകങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോൾ ചില ആളുകളെ അവിടെ ഇവിടെ നിർത്തേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴും സ്ത്രീകൾ തീരെ ഇല്ലാതായി പോകരുതെന്ന് വാശി പിടിച്ചുകൊണ്ട് ജയിക്കുന്ന സീറ്റിൽ സ്ത്രീകളെ നിർത്തണമെന്ന് വാശി പിടിച്ചുകൊണ്ട് നിർത്തി ജയിപ്പിച്ചയക്കുന്ന പാർട്ടിയാണ്